കെമിസ്ട്രിയിലെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഒരു 100 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 1. ഒരു സംയുക്തത്തിലെ ഒരു ആറ്റത്തെ മാറ്റി അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരു ആറ്റമോ ആറ്റം ഗ്രൂപ്പോ വന്നു ചേരുന്ന രാസപ്രവർത്തനങ്ങളാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ. അപ്പോൾ എന്താണ് ആദേശ രാസപ്രവർത്തനങ്ങൾ? ഒരു സംയുക്തത്തിലെ ഒരു ആറ്റത്തെ മാറ്റി അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരു ആറ്റമോ ആറ്റം ഗ്രൂപ്പോ വന്നു ചേരുന്ന രാസപ്രവർത്തനങ്ങളാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, ലഘുവായ അനേകം തന്മാത്രകൾ അനുകൂല സാഹചര്യങ്ങളിൽ ഒന്നിച്ചു ചേർന്ന് സങ്കീർണമായ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് പോളിമറൈസേഷൻ. അപ്പോൾ എന്താണ് പോളിമറൈസേഷൻ? ലഘുവായ അനേകം തന്മാത്രകൾ അനുകൂല സാഹചര്യങ്ങളിൽ ഒന്നിച്ചു ചേർന്ന് സങ്കീർണമായ തന്മാത്രകൾ ഉണ്ടാവുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. പോളിമറൈസേഷൻ വഴി ഉണ്ടാകുന്ന തന്മാത്രകളെ വിളിക്കുന്ന പേരാണ് പോളിമറുകൾ. അപ്പോൾ പോളിമറൈസേഷൻ വഴി ഉണ്ടാകുന്ന തന്മാത്രകളെ വിളിക്കുന്ന പേരാണ് പോളിമറുകൾ. പൈപ്പുകളും മറ്റും നിർമ്മിക്കാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പോളിമർ ഏതാണ് എന്ന് ചോദിച്ചാൽ പോളിവിനൈൽ ക്ലോറൈഡ് ആണ്. പോളിവിനൈൽ ക്ലോറൈഡ്, അതായത് PVC, പോളിവിനൈൽ ക്ലോറൈഡ്. പൈപ്പുകളും മറ്റും നിർമ്മിക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന പോളിമറാണ് പോളിവിനൈൽ ക്ലോറൈഡ്. നോൺ സ്റ്റിക്ക് പാചക പാത്രങ്ങളുടെ ഉൾപ്രതലത്തിലെ ആവരണമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പോളിമറാണ് ടെഫ്ലോൺ. അപ്പോൾ ടെഫ്ലോൺ ഉപയോഗിച്ചിട്ടാണ് നോൺ സ്റ്റിക്ക് പാചക പാത്രങ്ങളുടെ ഉൾഭാഗം, അതിൻ്റെ ഉൾഭാഗത്തുള്ള ആവരണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ടെഫ്ലോൺ ആണ്. പ്രകൃതിദത്ത റബ്ബറാണ് പോളി ഐസോപ്രീൻ. അപ്പോൾ പ്രകൃതിദത്ത റബ്ബറാണ് പോളി ഐസോപ്രീൻ. ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന കാർബണിക സംയുക്തമാണ് എഥനോൾ. ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന കാർബണിക സംയുക്തമാണ് എഥനോൾ. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെഥനോൾ ആണ്. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെഥനോൾ ആണ്. മെഥനോൾ. അടുത്തത് 9ാമത്തെ ചോദ്യം, പെയിന്റ് നിർമ്മാണത്തിലെ ലായകമായി ഉപയോഗിക്കുന്ന ആൽക്കഹോളാണ് മെഥനോൾ. അപ്പോൾ പെയിന്റ് നിർമ്മാണത്തിലെ ലായകമായിട്ട് ഉപയോഗിക്കുന്ന ആൽക്കഹോളാണ് മെഥനോൾ. പ്രിസർവേറ്റീവായി ഉപയോഗിക്കുന്ന ആൽക്കഹോൾ സംയുക്തമാണ് എഥനോൾ. അപ്പോൾ പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ആൽക്കഹോൾ സംയുക്തമാണ് എഥനോൾ. പഞ്ചസാര നിർമ്മാണ സമയത്ത് പഞ്ചസാര ക്രിസ്റ്റലുകൾ ശേഖരിച്ച ശേഷം അവശേഷിക്കുന്ന പഞ്ചസാര അടങ്ങിയ മാതൃദ്രവ്യത്തിന് പറയുന്ന പേരാണ് മൊളാസസ്. എന്താണ് മൊളാസസ് എന്ന് ചോദിച്ചാൽ, പഞ്ചസാര നിർമ്മാണ സമയത്ത് പഞ്ചസാര ക്രിസ്റ്റലുകൾ ശേഖരിച്ച ശേഷം അവശേഷിക്കുന്ന പഞ്ചസാര അടങ്ങിയ മാതൃദ്രവ്യത്തിന് പറയുന്ന പേരാണ് മൊളാസസ്. മെഥനോയിക് ആസിഡ് സാധാരണ അറിയപ്പെടുന്നത് ഫോമിക് ആസിഡ് എന്നാണ്. അപ്പം മെഥനോയിക് ആസിഡ് സാധാരണയായിട്ട് അറിയപ്പെടുന്നത് ഫോമിക് ആസിഡ് എന്നാണ്. അസറ്റിക് ആസിഡിൻ്റെ IUPAC നാമം എന്താണെന്ന് ചോദിച്ചാൽ എഥനോയിക് ആസിഡ് എന്നാണ്. അപ്പോൾ എഥനോയിക് ആസിഡിൻ്റെ പേരാണെന്ത്? അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡിൻ്റെ IUPAC നാമമാണ് എഥനോയിക് ആസിഡ്. അതുപോലെ ഫോമിക് ആസിഡിൻ്റെതാണ് മെഥനോയിക് ആസിഡ്. അടുത്തത്, കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുതലുള്ള ഓർഗാനിക് ആസിഡുകളെ വിളിക്കുന്ന പേരാണ് ഫാറ്റി ആസിഡ്. അപ്പോൾ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുതലുള്ള ഓർഗാനിക് ആസിഡുകളെ വിളിക്കുന്ന പേരാണ് ഫാറ്റി ആസിഡ്. ഫാറ്റി ആസിഡ്. പഴങ്ങളുടെയും പൂക്കളുടെയും സുഗന്ധമുള്ള കാർബണിൻ്റെ ഓർഗാനിക് സംയുക്തമാണ് എസ്റ്ററുകൾ. പഴങ്ങളുടെയും പൂക്കളുടെയും സുഗന്ധമുള്ള കാർബണിൻ്റെ ഓർഗാനിക് സംയുക്തമാണ് എസ്റ്ററുകൾ. 99% ശുദ്ധമായ എഥനോളാണ് ആബ്സല്യൂട്ട് ആൽക്കഹോൾ. 99% ശുദ്ധമായ എഥനോളാണ് ആബ്സല്യൂട്ട് ആൽക്കഹോൾ. അടുത്തത്, ആബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും ചേർന്ന മിശ്രിതമാണ് പവർ ആൽക്കഹോൾ. അപ്പോൾ ആബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും ചേർന്ന മിശ്രിതമാണ് പവർ ആൽക്കഹോൾ. സൾഫോണിക് ആസിഡിൻ്റെ ലവണങ്ങളാണ് ഡിറ്റർജൻറ്റുകൾ. അപ്പോൾ സൾഫോണിക് ആസിഡിൻ്റെ ലവണങ്ങളാണ് ഡിറ്റർജൻറ്റുകൾ. ഗാർഹിക ഇന്ധനമായ LPGയിലെ പ്രധാന ഘടകമാണ് ബ്യൂട്ടൈൻ. ഗാർഹിക ഇന്ധനമായ LPGയിലെ പ്രധാന ഘടകമാണ് ബ്യൂട്ടൈൻ. ബ്യൂട്ടൈനിൻ്റെ രാസവാക്യം C4H10 എന്നാണ്.
C4H10 C4H10 അതാണ് ബ്യൂട്ടേനിൻ്റെ രാസവാക്യം. എം ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 18. എം ഷെല്ലിൽ 18. ഡി സബ് ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 10 ഡി സബ് ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 10. പി സബ് ഷെല്ലിലെ ഓർബിറ്റിൻ്റെ ആകൃതി എന്ന് പറഞ്ഞാൽ ഡംബൽ ആകൃതിയാണ്. പി സബ് ഷെല്ലിലെ ഓർബിറ്റിൻ്റെ ആകൃതി എന്ന് പറഞ്ഞാൽ ഡംബൽ ആകൃതിയാണ്. പി ബ്ലോക്ക് മൂലകങ്ങൾ അറിയപ്പെടുന്നത് 13-18 ഗ്രൂപ്പ് എന്നാണ്. പി ബ്ലോക്ക് മൂലകങ്ങളെ 13-18 മുതലാണ് പി ബ്ലോക്ക് വരുന്നത്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ അറിയപ്പെടുന്നത് സംക്രമണ മൂലകങ്ങൾ എന്നാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ അറിയപ്പെടുന്നത് സംക്രമണ മൂലകങ്ങൾ എന്നാണ്. ആൽക്കലി ലോഹങ്ങളുടെ ഓക്സീകരണാവസ്ഥ +1 ആണ്. ആൽക്കലി ലോഹങ്ങളുടെ ഓക്സീകരണാവസ്ഥ +1 ആണ്. സമ്പർക്ക പ്രക്രിയയിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് വനേഡിയം പെൻറ്റോക്സൈഡ് ആണ്. സമ്പർക്ക പ്രക്രിയയിൽ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് വനേഡിയം പെൻറ്റോക്സൈഡ് ആണ്. ലോഹം, അലോഹം, ഉപലോഹം എന്നിവ കാണപ്പെടുന്ന ബ്ലോക്കാണ് പി ബ്ലോക്ക്. അപ്പോൾ പി ബ്ലോക്കിലാണ് ലോഹം, അലോഹം, ഉപലോഹം ഇതൊക്കെ കാണപ്പെടുന്ന ബ്ലോക്ക്. വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. അപ്പോൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. അപ്പോൾ കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. ലോക മോൾ ദിനം ഒക്ടോബർ 23 ലോക മോൾ ദിനം ഒക്ടോബർ 23. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. ഈ നിയമം അറിയപ്പെടുന്നത് ബോയിൽ നിയമം എന്നാണ്. അപ്പോൾ ബോയിൽ നിയമം എന്താണ്? താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. ഈ നിയമമാണ് ബോയിൽ നിയമം. അവോഗാഡ്രോ സംഖ്യ എത്രയാണ്? 6.022 × 10⁻23 അതാണ് അവോഗാഡ്രോ സംഖ്യ. ഹൈഡ്രജൻ്റെ ശരാശരി ആറ്റോമിക മാസ് 1.0079 ആണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ ശരാശരി ആറ്റോമിക മാസ് 1.0079 ആണ്. ഒരു മൂലക ആറ്റത്തിൻ്റെ ആറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാമിനെ വിളിക്കുന്നതാണ് ഗ്രാം ആറ്റോമിക മാസ്. ഒരു മൂലക ആറ്റത്തിൻ്റെ ആറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാമിനെ വിളിക്കുന്നതാണ് ഗ്രാം ആറ്റോമിക മാസ്. വ്യാപ്തത്തിൻ്റെ SI യൂണിറ്റാണ് ക്യൂബിക് മീറ്റർ. വ്യാപ്തത്തിൻ്റെ SI യൂണിറ്റാണ് ക്യൂബിക് മീറ്റർ. ഒരു ബാർ എന്നാൽ 10⁻5 പാസ്കലാണ്. ഒരു ബാർ എത്ര പാസ്കലാണ് എന്ന് ചോദിച്ചാൽ 10⁻5 പാസ്കലാണ്. ആവർത്തന പട്ടികയുടെ പിതാവാണ് ദിമിട്രി മെൻഡലിയേഫ്. ആവർത്തന പട്ടികയുടെ പിതാവാണ് മെൻഡലിയേഫ്. ആവർത്തന പട്ടികയിലെ ആകെ പീരീഡുകൾ 7 ആവർത്തന പട്ടികയിലെ ആകെ പീരീഡുകളുടെ എണ്ണം 7. IUPACയുടെ ആസ്ഥാനം സൂറിച്ചാണ്. IUPACയുടെ ആസ്ഥാനം സൂറിച്ചാണ്. സിങ്കിൻ്റെ ആറ്റോമിക നമ്പർ 30 സിങ്കിൻ്റെ ആറ്റോമിക നമ്പർ 30. അലുമിനിയത്തിൻ്റെ ധാതുവാണ് ക്രയോലൈറ്റ്. അലുമിനിയത്തിൻ്റെ ധാതു ക്രയോലൈറ്റ് ആണ്. ഒരു ലോഹത്തിന് മേൽ മറ്റൊരു ലോഹം അനാവരണം ചെയ്തു കൊടുക്കുന്ന രീതിയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. അപ്പോൾ ഒരു ലോഹത്തിന് മേൽ മറ്റൊരു ലോഹം അനാവരണം ചെയ്തു കൊടുക്കുന്ന രീതിയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. വ്യാവസായികമായിട്ട് ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുവാണ് അയിര്. വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുവാണ് അയിര്. അയിരിലെ മാലിന്യങ്ങളാണ് ഗ്യാങ്. സിൽവറിൻ്റെ ആറ്റോമിക നമ്പർ 47 സിൽവർ 47 സിൽവറിൻ്റെ ആറ്റോമിക നമ്പർ 47. പൊട്ടാസ്യത്തിൻ്റെ രാസപ്രതീകം പൊട്ടാസ്യം K. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. അപ്പോൾ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. അലുമിനിയത്തിൻ്റെ വ്യാവസായിക ഉൽപ്പാദനം അറിയപ്പെടുന്നത് ഹാൾ ഹറാൾഡ് പ്രക്രിയ എന്നാണ്. ഹാൾ ഹറൗൾട്ട്. പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്ക്, അപ്പം ആനോഡ് പോസിറ്റീവ് ഇലക്ട്രോഡാണ്. പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന നെഗറ്റീവ് അയോണുകളാണ് ആനയോണുകൾ.
പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന നെഗറ്റീവ് അയോണുകളാണ് ആനയോണുകൾ. അപ്പോൾ നെഗറ്റീവ് അയോണാണ് ആനയോണുകൾ. സോഡിയം ക്ലോറൈഡ് ലായനിയെ വൈദ്യുത വിശ്ലേഷണം നടത്തുമ്പോൾ ആനോഡിൽ സ്വതന്ത്രമാകുന്ന വാതകം ക്ലോറിനാണ്. അപ്പോൾ സോഡിയം ക്ലോറൈഡ്, അതായത് ഉപ്പ്, സോഡിയം ക്ലോറൈഡ് ലായനിയെ വൈദ്യുത വിശ്ലേഷണം നടത്തുമ്പോൾ ആനോഡിൽ സ്വതന്ത്രമാകുന്ന വാതകമാണ് ക്ലോറിൻ. ഗോൾഡിൻ്റെ ആറ്റോമിക് നമ്പർ 79 ഗോൾഡിൻ്റെ ആറ്റോമിക് നമ്പർ 79. കോപ്പറിനെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് വൈദ്യുത വിശ്ലേഷണം. അപ്പോൾ വൈദ്യുത വിശ്ലേഷണത്തിലൂടെയാണ് കോപ്പറിനെ ശുദ്ധീകരിക്കുന്നത്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയേൺ പൈറൈറ്റിസ് ആണ്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയേൺ പൈറൈറ്റിസ് ആണ്. വൈദ്യുത വിശ്ലേഷണത്തിന് ആദ്യമായി ഒരു വിശദീകരണം നൽകിയതാര്? ഫാരഡെ. വൈദ്യുത വിശ്ലേഷണത്തിന് ആദ്യമായി ഒരു വിശദീകരണം നൽകിയതാര്? ഫാരഡെ. ലഡിൻ്റെ രാസപ്രതീകം Pb ആണ്. ലഡിൻ്റെ രാസപ്രതീകം Pb. നിരോക്സീകരണ പ്രവർത്തനം നടക്കുന്ന ഇലക്ട്രോഡാണ് കാഥോഡ്. നിരോക്സീകരണ പ്രവർത്തനം നടക്കുന്ന ഇലക്ട്രോഡാണ് കാഥോഡ്. പൊട്ടാസ്യത്തിൻ്റെ ലാറ്റിൻ നാമമാണ് കാലിയം. പൊട്ടാസ്യത്തിൻ്റെ ലാറ്റിൻ നാമം കാലിയം എന്നാണ്. സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 11. സോഡിയം 11. നിക്കലിൻ്റെ ആറ്റോമിക് നമ്പർ 28. നിക്കൽ 28. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ട ഒരു പ്രധാന അസംസ്കൃത രാസവസ്തുവാണ് അമോണിയ. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ട ഒരു പ്രധാന അസംസ്കൃത രാസവസ്തുവാണ് അമോണിയ. ജലത്തിൽ നന്നായി ലയിക്കുന്ന വാതകമാണ് അമോണിയ. അപ്പോൾ തന്നിരിക്കുന്നതിൽ ജലത്തിൽ നന്നായിട്ട് ലയിക്കുന്ന വാതകം അമോണിയ. അമോണിയൻ്റെ നിറം, അമോണിയയ്ക്ക് നിറമില്ല. അമോണിയയ്ക്ക് നിറം ഇല്ല. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ. അമോണിയ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഹേബർ പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകമാണ് വനേഡിയം പെൻഡോക്സൈഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകമാണ് വനേഡിയം പെൻഡോക്സൈഡ്. ഐസ് പ്ലാന്റിൽ ശീതീകരിയായിട്ട് ഉപയോഗിക്കുന്നത് അമോണിയയാണ്. അമോണിയയാണ് ഐസ് പ്ലാന്റിൽ ശീതീകരിയായിട്ട് ഉപയോഗിക്കുന്നത്. ഏത് വർഷമാണ് ഹേബർ പ്രക്രിയ കണ്ടുപിടിച്ചത്? 1912. അപ്പോൾ ഹേബർ പ്രക്രിയ കണ്ടുപിടിച്ചത് 1912. അപ്പോൾ അമോണിയ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഹേബർ പ്രക്രിയ. അത് കണ്ടുപിടിച്ചത് 1912. കാർബണിക സംയുക്തങ്ങളെക്കുറിച്ച് പഠിക്കുന്ന രസതന്ത്ര ശാഖയാണ് ഓർഗാനിക് കെമിസ്ട്രി. കാർബണിക സംയുക്തങ്ങളെക്കുറിച്ച് പഠിക്കുന്ന രസതന്ത്ര ശാഖയാണ് ഓർഗാനിക് കെമിസ്ട്രി. IUPAC രൂപം കൊണ്ട വർഷം 1919. 1919 IUPAC രൂപം കൊണ്ടത്. അടുത്തത് കാർബണിൻ്റെ വാലൻസി 4. കാർബണിൻ്റെ വാലൻസി എത്ര എന്ന് ചോദിച്ചാൽ 4. ആദ്യമായി നിർമ്മിച്ച ഓർഗാനിക് സംയുക്തമാണ് യൂറിയ. ആദ്യമായിട്ട് നിർമ്മിച്ച ഓർഗാനിക് സംയുക്തം യൂറിയ. ചില ആറ്റങ്ങളുടെയോ ആറ്റം ഗ്രൂപ്പുകളുടെയോ സാന്നിധ്യം ഓർഗാനിക് സംയുക്തങ്ങൾക്ക് ചില പ്രത്യേക രാസസ്വഭാവങ്ങൾ നൽകുന്നു. ഇവയെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ്? ചില ആറ്റങ്ങളുടെയോ ആറ്റം ഗ്രൂപ്പുകളുടെയോ സാന്നിധ്യം ഓർഗാനിക് സംയുക്തങ്ങൾക്ക് ചില പ്രത്യേക രാസസ്വഭാവങ്ങൾ നൽകുന്നു. ഇവയെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നു. പഞ്ചസാരയുടെ തന്മാത്രാ രാസസൂത്രമാണ് C12H22O11. C12H22O11. ഓക്സിജൻ 11. കാർബൺ 12, ഹൈഡ്രജൻ 22, ഓക്സിജൻ 11. അതാണ് പഞ്ചസാരൻ്റെ തന്മാത്രാ രാസസൂത്രം. അമോണിയ നിർമ്മാണത്തിൽ ഹൈഡ്രജനും നൈട്രജനും എത്ര അംശബന്ധത്തിലാണ് സംയോജിപ്പിക്കുന്നത്? അപ്പോൾ നേരെ തിരിച്ചാണ് ചോദിച്ചത്. NH3 എന്നുള്ളതിന് പകരം HN എന്നുള്ള രീതി തിരിച്ച് ചോദിച്ചു. അപ്പോൾ അമോണിയ നിർമ്മാണത്തിൽ ഹൈഡ്രജനും നൈട്രജനും എന്ന് ചോദിക്കുമ്പോൾ 3:1. അപ്പോൾ ആദ്യം ഹൈഡ്രജനാണ് ഇതിൽ കൊടുത്തത്. അപ്പം 3 വരും ആദ്യം. കാർബൺ ആറ്റങ്ങളുടെ എണ്ണം സൂചിപ്പിക്കുന്ന സംഖ്യയെ അടിസ്ഥാന പ്രകാരം C5 എന്ന് പറഞ്ഞാൽ പെൻറ്റാണ്. പെൻറ്റ്. അപ്പോൾ C5 പെൻറ്റ്. ഇനി C9 ചോദിച്ചാൽ നൊണ്ണ്. C9 നൊണ്ണ്. ഒരേ തന്മാത്രാവാക്യമുള്ളതും വ്യത്യസ്ത ഭൗതിക രാസഗുണങ്ങളോട് കൂടിയതുമായ സംയുക്തങ്ങളാണ് ഐസോമറുകൾ. ഒരേ തന്മാത്രാവാക്യമുള്ളതും വ്യത്യസ്ത ഭൗതിക രാസഗുണങ്ങളോട് കൂടിയതുമായ സംയുക്തങ്ങളാണ് ഐസോമർ.
ഓർഗാനിക് കെമിസ്ട്രീൻ്റെ പിതാവ് ഫെഡറിക് വോളറാണ്. ഓർഗാനിക് കെമിസ്ട്രീൻ്റെ പിതാവാണ് ഫെഡറിക് വോളർ. കാർബോക്സിലിക് ആസിഡിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് COOH. കാർബോക്സിലിക് ആസിഡുകളിലെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് COOH. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന ലോഹമാണ് പ്ലാറ്റിനം. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന ലോഹമാണ് പ്ലാറ്റിനം. ദ്രാവക രൂപത്തിൽ കാണപ്പെടുന്ന അലോഹമാണ് ബ്രോമിൻ. ദ്രാവക രൂപത്തിൽ കാണപ്പെടുന്ന അലോഹമാണ് ബ്രോമിൻ. അമോണിയം, മെഥനോൾ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഹൈഡ്രജനാണ്. അപ്പോൾ അമോണിയം, അപ്പോൾ NH3. മെഥനോൾ, അതിലും എന്ത് വരുന്നുണ്ട്? ഹൈഡ്രജൻ വരുന്നുണ്ട്. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകമാണ് ഹീലിയം. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകമാണ് ഹീലിയം. എന്താണ് ലോഹ നിഷ്കർഷണം? ഒരു അയിരിൽ നിന്നും ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മൊത്തം പ്രക്രിയകളും ചേർന്നതാണ് ലോഹ നിഷ്കർഷണം. ഒരു അയിരിൽ നിന്നും ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മൊത്തം പ്രക്രിയകളും ചേർന്നതാണ് ലോഹ നിഷ്കർഷണം. പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? സംക്രമണ മൂലകങ്ങൾ. 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങളാണ്. റയർ എർത്ത് എന്നും അറിയപ്പെടുന്ന മൂലകങ്ങളാണ് ലാന്തനോയിഡുകൾ. ലാന്തനോയിഡുകൾക്ക് റയർ എർത്തും എന്നുള്ള പേരുണ്ട്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ. കർണലൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? പൊട്ടാസ്യത്തിൻ്റെ അയിരാണ്. കർണലൈറ്റ് പൊട്ടാസ്യത്തിൻ്റെ അയിരാണ്. സിന്നബാർ ഏതിൻ്റെ അയിരാണ്? മെർക്കുറി. മെർക്കുറിൻ്റെ അയിരാണ് സിന്നബാർ. മോണോസൈറ്റിൽ നിന്ന് വേർതിരിക്കുന്ന മൂലകമാണ് തോറിയം. മോണോസൈറ്റിൽ നിന്ന് വേർതിരിക്കുന്ന മൂലകമാണ് തോറിയം. ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകൾ 18 ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകൾ 18. ഉത്കൃഷ്ടവാതകങ്ങൾ അഥവാ അലസവാതകങ്ങൾ എന്ന് വിളിക്കുന്നത് ഏത് ഗ്രൂപ്പിലെ മൂലകങ്ങളെയാണ്? 18ാം ഗ്രൂപ്പിലാണ്. 18ാം ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് ഉത്കൃഷ്ടവാതകങ്ങൾ അഥവാ അലസവാതകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഒരാറ്റത്തിൻ്റെ ആറ്റോമിക നമ്പറിനെ സൂചിപ്പിക്കുന്ന പ്രതീകമാണ് സെഡ്. സെഡാണ് ആറ്റോമിക നമ്പറിനെ സൂചിപ്പിക്കുന്ന പ്രതീകം. ഹൈഡ്രജൻ്റെ ആറ്റോമിക നമ്പർ 1 ആണ്. ഹൈഡ്രജൻ H1. ഹൈഡ്രജൻ്റെ ആറ്റോമിക നമ്പർ 1 ആണ്. ഓക്സിജൻ്റെ ആറ്റോമിക നമ്പർ 8 ആണ്. ഓക്സിജൻ്റെ ആറ്റോമിക നമ്പർ 8 ആണ്. ഹൈഡ്രജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് ബോഷ് പ്രക്രിയ എന്നാണ്. ബോഷ് പ്രക്രിയ, അതാണ് ഹൈഡ്രജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ. പോസിറ്റീവ് ചാർജുള്ള അയോണാണ് കാറ്റയോൺ. പോസിറ്റീവ് ചാർജുള്ള അയോണാണ് കാറ്റയോൺ. നെഗറ്റീവ് ചാർജുള്ള അയോണാണ് ആനയോൺ. അപ്പോൾ ആനയോണിന് നെഗറ്റീവ് ചാർജും കാറ്റയോണിന് പോസിറ്റീവ് ചാർജുമാണ്. അയോണീകരണ ഊർജ്ജം കൂടുതലുള്ള ആറ്റങ്ങൾക്ക് ലോഹ സ്വഭാവം കുറവായിരിക്കും. അയോണീകരണ ഊർജ്ജം കൂടുതലുള്ള ആറ്റങ്ങൾക്ക് ലോഹ സ്വഭാവം കുറവായിരിക്കും. താങ്ക് യു.